കോഴിക്കോട് പുതുപ്പാടിയിൽ 14-കാരനെ 15ഓളം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ അധ്യാപകർ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് താമരശ്ശേരി പോലീസ് റിപ്പോർട്ട് നൽകി. ദൃശ്യ പുതിയയിടത്ത് ചേരുന്നു. ദൃശ്യ, എന്താണ് സംഭവിച്ചത്? ധന്യ, ഈ ഷഹബാസിൻ്റെ സംഭവത്തിന് ശേഷമാണ് അതുപോലെ തന്നെ ഒരു സംഭവം കൂടി ഈ താമരശ്ശേരി ഭാഗത്തുണ്ടായിരിക്കുന്നത്. പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. ഇന്നലെ ഇതിന് മുൻപ് കുട്ടികൾ തമ്മിൽ നടന്ന ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ അതിൻ്റെ വൈരാഗ്യമാണ് ഇന്നലെ ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചത്. എന്തായാലും സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ ഈ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിനും ദേഹമാസകലം പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും 4 വിദ്യാർത്ഥികളെ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പ്രധാനമായി പറയുന്നത് സ്കൂളിലെ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഈ ആക്രമണം നടന്ന ശേഷം, തല്ലുണ്ടായതിനു ശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ ഈ സ്കൂൾ അധികൃതർ ഒരുപാട് വൈകി എന്നാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആരോപണം. എന്നാൽ ഈ അധ്യാപകർക്കോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്കോ ഈ സംഭവത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രധാന അധ്യാപകൻ ഈസക്കോയ നമ്മളുമായി പങ്കുവച്ചത്. ഈ കുട്ടിയുടെ വസ്ത്രം മാറ്റുന്ന ഒരു ചെറിയൊരു സമയം മാത്രമാണ് വൈകിയത്. അതിനു അപ്പുറം കുട്ടിയെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പിടിച്ചു മാറ്റാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സ്കൂൾ അധികൃതർ തയ്യാറായിരുന്നു. അതുകൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ സംഭവം നടന്ന സമയത്തുള്ള 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയും ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളെ വിളിച്ചറിയിക്കാനും സ്കൂൾ അധികൃതർ തയ്യാറായി. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 14 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാണ് പ്രധാന അധ്യാപകൻ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടിക്കിപ്പോൾ ഈ കണ്ണിനും ദേഹമാസകലം പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തായിരുന്നു 15ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് മുന്നേ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ വൈരാഗ്യത്തിൽ കുട്ടിയെ ആക്രമിച്ചു എന്നാണ് പരാതിയുള്ളത്. എന്തായാലും താമരശ്ശേരി പോലീസ് ജുവനൈൽ ജസ്റ്റിസിന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ധന്യ. ശരി, ദൃശ്യ.